ഭേദപ്പെട്ട റിവ്യൂ ഒക്കെ കിട്ടിയിട്ടും തിയേറ്ററിൽ ഒരു പരാജയമായി പോയ ആസിഫ് അലി നായകനായ ഒരു ഫീൽ ഗുഡ് ജോണറിൽ വന്ന മൂവിയായിരുന്നു സർക്കീട്ട് എന്നുള്ളത്. ഒരുപാട് കാലത്തിന് ശേഷം ആ മൂവിയുടെ OTT റിലീസ് ഉണ്ടായിട്ടുണ്ട് 2 ദിവസം മുന്നേ. അത്യാവശ്യം മികച്ച അഭിപ്രായങ്ങളൊക്കെയാണ് OTT റിലീസിന് ശേഷം കിട്ടിയിരുന്നത്. സോ ഐ ഡിസൈഡഡ് ടു ഗിവ് ഇറ്റ് എ വാച്ച്. സോ ലെറ്റ്സ് ജസ്റ്റ് റിവ്യൂ സർക്കീട്ട്. 2 മണിക്കൂറാണ് ഈ പടത്തിൻ്റെ ദൈർഘ്യം. അപ്പോൾ ഇതിൻ്റെ പ്ലോട്ട് ഇങ്ങനെയാണ് പോകുന്നത്. ഒരു സ്ഥിരം ഫീൽ ഗുഡ് മൂവി, 2 ക്യാരക്ടർ ചെയ്തൊരു ഫീൽ ഗുഡ് മൂവി. ഒരു ക്യാരക്ടറിന് ഒരു പ്രശ്നമുണ്ട്, അവർ തമ്മിൽ കണ്ടുമുട്ടുന്നു, അതിനുശേഷം ആ പ്രശ്നം മാറുന്നു, ആൾ നന്നായി മാറുന്നു. ഇത്രയാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ ഒരു തീമിൽ അല്ലെങ്കിൽ ഈ ഒരു പാർട്ടിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഏതാ? ഇവർ തമ്മിലുള്ള ഇൻട്രാക്ഷനാണ്. ഇൻ മൈ ബുക്സ് ഇൻട്രാക്ഷനാണ് അത്. കാണുന്നവർക്ക് ആ ഒരു ഇൻട്രാക്ഷൻ കാരണം ഒരാൾക്ക് മാറ്റം ഉണ്ട് എന്നുള്ള രീതിയിൽ കൺവിൻസ് ചെയ്യിക്കാൻ പറ്റണം. ഒരു ഡിഫിക്കൽട്ട് ടാസ്ക്കാണത്. ആ ടാസ്കിൽ ഈ പടം ഫെയിലായി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് ഈ പടം മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ 2 ഭാഗമായിട്ട് കണക്കാക്കാം. ഫസ്റ്റ് പാർട്ട് എന്നുള്ളത് കംപ്ലീറ്റ് ബിൽഡപ്പാണ്. അതായത് ഇവർ തമ്മിലുള്ള ആ ഒരു ഇൻട്രാക്ഷന് വേണ്ടിയുള്ള ബിൽഡപ്പായിട്ടാണ് കംപ്ലീറ്റ് വരുന്നത്. കറക്റ്റ് ഒരു ഹാഫ്, അതായത് 1 അവറോളം അതിനാണ് അവർ പോകുന്നത്. പിന്നീടുള്ള 1 അവറിലാണ് ബാക്കിയുള്ള കഥകളും എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും തന്നെ ഒരു ഇമോഷണൽ കണക്റ്റ് എനിക്ക് ഫീൽ ആയില്ല. ടു ബി വെരി ഫ്രാങ്ക്, ആ ചെക്കൻ്റെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര വെറുപ്പിക്കലായിട്ടാണ് തോന്നിയത്. മേ ബി എനിക്ക് മാത്രമായിരിക്കാം, എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. ആസിഫ് അലിയൊക്കെ അഭിനയിച്ച് നല്ല രീതിയിൽ കൊണ്ടുപോയിട്ടുണ്ട് ഈ പടത്തിൽ. എനിക്ക് തോന്നുന്നു ആസിഫ് അലിയുടെ പെർഫോമൻസാണ് പിന്നെ ഈ പടത്തെ കണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചത് അല്ലെങ്കിൽ സാധിച്ചത് എന്ന് എനിക്ക് തോന്നുന്നു. ബാക്കി മൊത്തത്തിൽ പറയാനാണെങ്കിൽ എന്താ പറയുക, ഒന്നുമില്ല ഈ പടത്തിൽ. അതായത് ഒരു ഹൈ മൊമെൻറ്റ്സോ അങ്ങനെ ഒന്നുമില്ല. മൊത്തം ഒരു ഫ്ലാറ്റായിട്ടാണ് പോകുന്നത് പടം മൊത്തം. ഈവൻ അറ്റ് ദി എൻഡ് ഒരു ഫീൽ ഗുഡ് ആകുമ്പോൾ പടം കഴിയുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നണ്ടേ? ഇപ്പം നമുക്കൊരു പുഞ്ചിരി മുഖത്ത് വരുവാണെങ്കിൽ ആ പടം കഴിയുമ്പോൾ അതാണ് ആ പടത്തിൻ്റെ വിജയം. ഇവിടെ അങ്ങനെ ഒന്നും എനിക്ക് തോന്നിയില്ല. മൊത്തത്തിൽ എനിക്ക് കുറച്ചൊരു എക്സാഗ്രേറ്റഡ് ആയിട്ടാണ് കുറേയൊക്കെ കാര്യങ്ങൾ കാണിച്ചതായിട്ട് എനിക്ക് തോന്നിയത്. മൊത്തത്തിൽ ഇപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ കാണാൻ പറ്റിയൊരു മൂവി, അല്ലാതെ ഇതിനായിട്ട് സമയം സ്പെൻഡ് ചെയ്ത് കുത്തിരുന്ന് കാണാൻ പറ്റിയൊരു മൂവിയായിട്ട് എനിക്ക് തോന്നിയില്ല. ഒരുപാട് സമയം ഉണ്ടെങ്കിൽ ഗിവ് ഇറ്റ് എ ഗോ.